എൻ്റെ ഇവിടെ അന്ന് കരിഞ്ഞു പോയതുപോലെ തോന്നി. കുറച്ച് മയക്കണം എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ, അല്ലാത്ത പക്ഷം ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. പക്ഷെ അല്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലോങ് വീഡിയോ ആയിരുന്നു. കാരണം ഞാൻ പേർപ്പിൾ ചെയ്ത് 2 പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡേംഡോക്കിന്റെ നയാസിനമൈഡ് സെറം, ഒന്ന് ഡേംഡോക്കിന്റെ തന്നെ കോജിക് ആസിഡ് 2% കോജിക് ആസിഡിന്റെ നൈറ്റ് ക്രീമും വാങ്ങിച്ചിട്ട് അത് കുറെ നാൾ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലോങ് വീഡിയോ, അത്യാവശ്യം വൈറൽ രീതിക്ക് പോയൊരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു 27K ആൾക്കാരെങ്ങാണ്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ആ ലോങ് വീഡിയോ. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോയും കൂടെയാണത്. അപ്പൊ അതിനകത്ത് എനിക്ക് യൂസ് ചെയ്തിട്ട് ഉള്ള എൻ്റെ അനുഭവവും അതിന്റെ സൈഡ് എഫക്ട്സും അതിനെക്കുറിച്ചുള്ള എന്തിനാണ് നയാസിനമൈഡ്, എന്തിനാണ് കോജിക് ആസിഡ് എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയ ഒരു വീഡിയോയാണത്. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ആ കമന്റ്സിനകത്ത് കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോർമലി എല്ലാവർക്കും വരുന്ന തരത്തിലുള്ള കുറച്ച് ഡൗട്ട്സ് ആണ് അത്. ഇനിയും ഒരു കമന്റ്സ് തന്നെ 2-3 പ്രാവശ്യം കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അതായത് 2-3 പ്രാവശ്യം അല്ല, ഒരു കമന്റ് തന്നെ 2-3 പേര് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചാണ് ആ കമന്റ്സിന് ഞാൻ റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള റിപ്ലൈ ആണ് ഈ വീഡിയോ. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കമന്റ്സ് വായിച്ചു തുടങ്ങാം ഗൈസ്. അപ്പൊ ആ വീഡിയോയുടെ കുറച്ച് കമന്റ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് കമന്റ്സ് എടുത്തിട്ട് ഞാൻ വായിച്ചു തരാം. അപ്പോ അതിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് കമന്റ് എന്ന് പറയുന്നത്, ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ആക്കാൻ പറ്റുമോ? അതായത് നയാസിനമൈഡും അതുപോലെ കോജിക് ആസിഡിന്റെ ക്രീമും കൂടെ ഒരുമിച്ച് യൂസ് ആക്കാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുള്ളതും. ഒരുപാടല്ല, കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുള്ളതും. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരുമിച്ച് യൂസ് ആക്കാൻ പറ്റും. നയാസിനമൈഡും കോജിക് ആസിഡും തമ്മിലോ കുഴപ്പമൊന്നുമില്ല, അത് യൂസ് ചെയ്യാം. പക്ഷെ ഒരുമിച്ച് യൂസ് ചെയ്യണമെങ്കിൽ പോലും മസ്റ്റ് ആയിട്ടും ഒരു പാച്ച് ടെസ്റ്റ് എടുത്തിട്ട് മാത്രം യൂസ് ചെയ്യുക. അത് ചോദിച്ചിട്ടുള്ളത് അഭിയ ഷാജി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നായിരുന്നു കേട്ടോ കമന്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഓൾമോസ്റ്റ് കുറെ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. പിന്നെയാണ് കുറച്ച് കമന്റ്സ് ഇങ്ങനെ വന്നുകൊടുത്തപ്പോഴത്തേക്കും ഞാൻ അതിന് ഒരു വീഡിയോ ആയിട്ട് റിപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ആക്കാൻ പറ്റും, ഒരുമിച്ച് യൂസ് ആക്കാൻ പറ്റും, കുഴപ്പമില്ല. എന്നാലും നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് ആൾക്കാരും ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടിയവരുണ്ട്, കിട്ടാത്തവരും ഉണ്ട്. ഓക്കെ, പിന്നെ മറിയം എന്നും പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ്, 17 ഏജ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരിക്കലും ഒരു ക്രീംസും അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രീംസും ഞാൻ ഒരിക്കലും 17, 16, 15 വയസ്സിലുള്ളവർക്ക് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. ഏത് ക്രീംസ് ആണെങ്കിലും ഞാൻ 18 വയസ്സിന് മേലെയുള്ളവരോട് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറയുള്ളൂ. കാരണം 17, 16 എന്നൊക്കെ പറയുമ്പം സ്കിന്ന് ഇങ്ങനെ ഒന്ന് ഉണർന്നു വരുന്നതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഞാൻ അതുകൊണ്ട് എപ്പോഴും ക്രീംസ് കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ഒരു 18+ ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും സജസ്റ്റ് ചെയ്യുക. 17 വയസ്സ്, ഇത് 17 വയസ്സിന് മേലെ യൂസ് ചെയ്യേണ്ടതാണ് എൻ്റെ അഭിപ്രായം. അതല്ല ഇപ്പൊ ക്രീംസിലും കാര്യങ്ങളിലൊക്കെ ഇപ്പൊ 16 അല്ലെങ്കിൽ 15 വയസ്സിന് മേലെയുള്ളവർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 16 വയസ്സിന് മേലെയുള്ളവർക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുള്ള ക്രീംസുകളിലും അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓയിൽമെന്റ്സിലോ ക്രീംസിലോ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, സെറംസിലോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് പറയും. അല്ലാത്ത പക്ഷം ഞാൻ ഏത് ക്രീം ആയാലും ഞാൻ 18 വയസ്സിന് മേളുള്ളവർക്ക് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു ക്രീംസ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു 18 വയസ്സിന് മേലെയുള്ളവർ യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി. ഓക്കെ, പിന്നെ അടുത്ത കമന്റ് എന്ന് പറയുന്നത് സുഹ എന്നും പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ്. യൂസ് ചെയ്തിട്ട് 2 days ആയി വല്ലാത്ത ചൊറിച്ചിലാണ്, വൈന്ന് ചോദിച്ചിട്ടുണ്ട്. സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു എനിക്കും യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഫേസിന്റെ ഈ ഭാഗത്തൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ചൊറിച്ചിലും ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ക്രീം സ്റ്റോപ്പ് ചെയ്യാൻ തന്നെ കാരണം. അതിനർത്ഥം സുഹയുടെ അക്കൗണ്ട് പേര്, അതുകൊണ്ടാണ് സുഹ എന്ന് പറയുന്നത്. സുഹയുടെ ഫേസിന് അത് ചേരാത്ത ക്രീമാണ്, സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ക്രീമാണ്. അത് ഒരിക്കലും കണ്ടിന്യൂ ചെയ്യരുത്, അത് യൂസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്കും സെയിം പ്രശ്നമായിരുന്നു. ഇപ്പൊ ചൊറിച്ചിലൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം അത് കൂടുതൽ വഷളാവത്തില്ല. നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവാത്തൊരു സാധനം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ വീണ്ടും നമ്മുടെ ഫേസിന് അത് ഒരുപാട് പ്രശ്നമാക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് സുഹ അത് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ.
ഓക്കെ, അത് ചൊറിച്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത്, കുറച്ച് മുമ്പേ കൂടെ ഞാൻ പറഞ്ഞോളൂ, നമ്മൾ ഏത് ക്രീം ആയാലും എത്ര വിലപിടിപ്പുള്ള ക്രീം ആയാലും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇർഫാന മോൾ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ്. ഈ നൈറ്റ് ക്രീമും സെറം ഒരുമിച്ച് ഉപയോഗിക്കാമോ? നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, ഒരുമിച്ച് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യാതൊരു പ്രശ്നമില്ല. ഏതൊക്കെ ക്രീംസിന്റെ കൂടെ അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസിന്റെ കൂടെയാണ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ അതായത് ആ ലോങ് വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്. ഒരുമിച്ച് അതായത് നമ്മുടെ ഇതിന്റെ പേരെന്താ, നയാസിനമൈഡിന്റെ കൂടെ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, അത് പോയി കണ്ടുനോക്കാം കേട്ടോ. പക്ഷെ ഇത് രണ്ടും യൂസ് ചെയ്യണതിന് യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ ആമിയ അജുമൽ എന്നും പറഞ്ഞിട്ട് അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഞാൻ 1 month പ്രഗ്നന്റ് ആണ്, എനിക്ക് കോജിക് ആസിഡ് നൈറ്റ് ക്രീം കണ്ടിന്യൂ ചെയ്യാമോ? പ്ലീസ് റിപ്ലൈ. ഫസ്റ്റ് ഓഫ് ഓൾ അമിയ അജ്മൽ, എനിവേ കൺഗ്രാറ്റുലേഷൻസ്, ഞാൻ അതിന് ഓൾറെഡി റിപ്ലൈ കൊടുത്തതാണ്. ഓക്കെ, കോജിക് ആസിഡ് ആള് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, കണ്ടിന്യൂ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളൊരു പ്രഗ്നൻസി നമ്മൾ ക്യാരി ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബോഡിക്കും സ്കിന്നിനൊക്കെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ഫേസിനും ബോഡിക്കും ഒക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, ഹോർമോണൽ ഇംബാലൻസ് കാര്യങ്ങളൊക്കെ കാരണം. അപ്പോൾ കോജിക് ആസിഡ് ആൾ ഉപയോഗിച്ച് കണ്ടിന്യൂ ചെയ്യാമോ എന്ന് ചോദിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡോക്ടർ എടുത്ത്, അതായത് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങളത് യൂസ് ചെയ്യുക. ചിലർക്ക് ഈ ക്യാരിങ് ആയിരിക്കുന്ന സമയത്ത്, അതായത് പ്രഗ്നൻസി ടൈമിൽ ഇതുപോലുള്ള ക്രീംസ് ഒന്നും യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത്ര സ്യൂട്ട് ആവത്തില്ല. ഒന്നിലും മുഖത്ത് പിമ്പിൾസ് ആയിട്ടോ പാടുകളായിട്ടോ ചൊറിച്ചിലായിട്ടൊക്കെ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാവും. കാരണം നോർമലി ഇപ്പം പ്രഗ്നൻസി അല്ലാത്ത ആൾക്കാർ പ്രഗ്നൻസി അല്ലാത്ത ആൾക്കാർ അങ്ങനെയുള്ളവർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഇറിറ്റേഷൻസ് ഈ ക്രീംസ് സ്കിന്നിൽ കാണിക്കുന്നുണ്ട്. കോജിക് ആസിഡ്, നയാസിനമൈഡൊക്കെ ഇറിറ്റേഷൻസ്, ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ സ്കിന്നിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാരിങ് ആയിരിക്കുന്ന ഒരാൾ, അതായത് പ്രഗ്നൻസിയിലുള്ള ഒരാൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല ചിലപ്പോൾ പ്രഗ്നൻസി ടൈമിൽ വരിക. അപ്പോൾ കോജിക് ആസിഡ് എന്ന് പറയുന്നത് അത്യാവശ്യം, കോജിക് ആസിഡ്, നയാസിനമൈഡ്, അതുപോലെ വൈറ്റമിൻസ് എന്നൊക്കെ പറയുന്നത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ്. അതെങ്ങനെയാണ് നമുക്ക് പിന്നീടുള്ള ഇതിൽ, അതായത് നമ്മൾ പ്രഗ്നൻസി ആയി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നമ്മളെ ഫേസിലും കാര്യങ്ങളിലും സ്കിന്നിലും ഒക്കെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പ്രഗ്നൻസി ആയിരിക്കുന്ന ആൾക്കാരാണ് ഒരു ക്രീം കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് ഇനിയും യൂസ് ചെയ്യാമോ എന്നുള്ളത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്തത് റെറ്റിനോൾ മേലെ ഇടാൻ പറ്റിയ ഒരു നല്ല നൈറ്റ് ക്രീം പറഞ്ഞു തരൂ പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞ് ഇജു എന്നും പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. റെറ്റിനോളിന്റെ മേലെ നമുക്ക് ഇടാൻ പറ്റുന്ന മോയ്സ്ചറൈസർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റഫിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. സെറ്റഫിൽ മോയ്സ്ചറൈസറൊക്കെ നല്ല മോയ്സ്ചറൈസർ ആണ്. ഓക്കെ, അത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു റെറ്റിനോൾ ക്രീം ആണോ സെറാണോ, അപ്പോൾ ആള് സെറം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ കോജിക് ആസിഡിന്റെ ക്രീം ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. റെറ്റിനോൾ കണ്ടന്റ് അടങ്ങിയതാണെങ്കിൽ കോജിക് ആസിഡ് അത്ര ചേർന്ന് പോകാൻ പാടാണ്. അതുകൊണ്ട് കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യേണ്ട, വൈറ്റമിൻ സി അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട. നോർമൽ നമ്മുടെ മോയ്സ്ചറൈസർ ഇല്ലേ, അത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കമന്റ് എന്ന് പറയുന്നത്, ചേച്ചി കോജിക് ആസിഡ് നൈറ്റും നയാസിനമൈഡ് മോർണിംഗും യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നൈറ്റും നയാസിനമൈഡ് മോർണിംഗും നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ഞാൻ ഈ സ്കിൻ റിലേറ്റഡ് അല്ല, സ്കിൻ നമ്മളൊരു ട്രീറ്റ്മെന്റിന് നമ്മൾ എടുക്കുകയാണ്, സെറംസും ക്രീംസും ഒക്കെ ട്രീറ്റ്മെന്റ്സിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ നൈറ്റ് യൂസ് ചെയ്യാനാണ് ഞാൻ കൂടുതൽ സജസ്റ്റ്. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നൈറ്റ് യൂസ് ചെയ്യാനാണ് ഞാൻ കൂടുതലും എല്ലാവരോടും പറയുന്നത്. കാരണം രാവിലെ നമ്മൾ ഈ ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ട് ഇപ്പം കോജിക് ആസിഡ് നമ്മളിപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ പിമ്പിൾസോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് എന്തെങ്കിലും കുറയാനായിരിക്കുമല്ലോ നമ്മൾ ഈ സെറവും അതുപോലെ ഈ കോജിക് ആസിഡൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രാവിലെയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് പുറത്തു പോകുമ്പോൾ സൂര്യൻ്റെ ആഘാതം, അതുപോലെ പിന്നെ എന്താണ് പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വീണ്ടും നമ്മുടെ പോഴ്സിനുള്ളിൽ അത് കയറുകയാണ്. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, കോജിക് ആസിഡ്
നൈറ്റും നയാസിനമൈഡ് മോർണിംഗും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇതാണ്, ഞാൻ സ്കിൻ കെയറിന്റെ കാര്യങ്ങളിൽ കൂടുതലും നിങ്ങൾ ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രി യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ നയാസിനമൈഡ് രാവിലെ യൂസ് ചെയ്യാം, പക്ഷേ മസ്റ്റായിട്ടും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തേ പറ്റൂ. അല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യരുത്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് പുറത്തു പോയി സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സൂര്യൻ എങ്ങനെയാണ് നമുക്ക് പണി തരണേന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. കാരണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് പുറത്തു പോകുമ്പോൾ പോലും നമുക്ക് അത്യാവശ്യം ടാൻ നമ്മളെ ഫേസിൽ വരുന്നുണ്ട്. അപ്പൊ പിന്നെ വരാതെ നമ്മൾ യൂസ് ചെയ്യാതെ നമ്മൾ പുറത്തു പോയുള്ള സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാനിപ്പോൾ റീസെന്റ് ഞാൻ 2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ്. അതിനകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ യാത്ര പോയിട്ട് മൊത്തം ടാനും കാര്യങ്ങളും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എന്നിട്ടും എനിക്ക് ടാൻ വന്നു. അപ്പൊ പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പോയാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് മസ്റ്റായിട്ടും നിങ്ങൾ രാവിലെ പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പൊ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയട്ടെ, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. അത് പലർക്കും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഓക്കെ, ഞാൻ ഈ ഇടയ്ക്ക് ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യാറുണ്ട്, അപ്പം അത് എനിക്ക് വെളുക്കണം എന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ, അല്ലാത്ത പക്ഷം ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ടോ ചോദിച്ചു. ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ടോ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യാറില്ല, അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ. നമ്മൾ ഇത്രയും കിടന്ന് ഈ കണ്ട ബ്യൂട്ടി വ്ളോഗേഴ്സ് എല്ലാം ഇത്രയും കിടന്ന് സൺസ്ക്രീൻ പറയുന്നത്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആരും ആയിക്കോട്ടെ, ഇവർ ഇത്രയും കിടന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് രാവിലെ പുറത്തിറങ്ങാവൂ എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. കാരണം നമുക്ക് സൂര്യനിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ പോഴ്സിൽ ഏക്കുന്ന ആ ഒരു സൂര്യന്റെ UV റേസ് ഉണ്ടല്ലോ, ആ UV റേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്ന സംഭവമാണ്. ഒരു പരിധി വരെ അതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വൈറ്റനിങ് ക്രീംസ് എന്ന് വെച്ചാൽ നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷനെ കുറച്ച് കൊണ്ട് വന്നിട്ട് അതിനകത്ത് വേറെയും കുറെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതെല്ലാം കൊണ്ട് നമ്മൾ ഈ പുറത്തോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് സൂര്യൻ അങ്ങ് അടിച്ച് കയറുമ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടല്ലോ നമ്മുടെ മുഖത്ത് വലിയ പണിയാണ് കിട്ടുക. അപ്പം ഞാൻ ആളോട് ചോദിച്ചു, ശരി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല, അപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തപ്പോൾ നിങ്ങൾക്ക് വേറെ റിയാക്ഷൻസോ കാര്യങ്ങളൊന്നുമില്ലേ? ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ കുറച്ച് നാൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് പുറത്ത് പോയപ്പോഴത്തേക്കും എനിക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ബേണിങ് സെൻസേഷൻ വന്നു. എൻ്റെ ഇവിടെ അന്ന് കരിഞ്ഞു പോയതുപോലെ തോന്നി, കുറച്ച് ഭയങ്കര റെഡായിട്ട് ഇങ്ങനെ കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബേണിങ് സെൻസേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തതാണ്. ഒന്നാമത്തെ കാര്യം വൈറ്റനിങ് ക്രീംസിന്റെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പം അറിയാമല്ലോ. അപ്പം എന്നിട്ടും ആളത് യൂസ് ചെയ്യണുണ്ടെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് യൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോയി അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് എനിക്ക് ചങ്ക് തകർന്നു പോയി ഗൈസ്. അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, കാരണം സൺസ്ക്രീൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നമ്മൾ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തില്ലെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ രാവിലെ പുറത്ത് പോകുന്നുണ്ടോ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് സൺസ്ക്രീൻ. അത് നിങ്ങൾ ഇപ്പോഴും പലർക്കും, അത് ഞാൻ ഇനി എത്ര പറഞ്ഞാൽ ആർക്കൊക്കെ മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്തിട്ട് പുറത്ത് പോയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? അത് ഉറപ്പായിട്ട് നമ്മുടെ സ്കിന്നിന് നമ്മൾ വെളുക്കാനാണ് തേക്കുന്നത്, വെളുക്കാൻ തേച്ചത് പാണ്ടാവെന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് വെളുക്കാൻ തേച്ചാൽ നിങ്ങൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയണത്, വെളുക്കാൻ തേച്ചാൽ നിങ്ങൾ കരിഞ്ഞു പണ്ടാരടങ്ങും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വൈറ്റനിങ് ക്രീംസ് ഇട്ട് പുറത്ത് പോയിട്ട് നമ്മൾ എന്തിനാണ് വൈറ്റനിങ് ക്രീംസ് എന്ന് വെളുക്കാനായിരിക്കുമല്ലോ ഒരു പക്ഷെ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്നത്. അത് നേരെ തിരിച്ചടി തന്നെ നമ്മൾ കറുത്തു പോകത്തേ ഉള്ളൂ. അത് ഭയങ്കര സ്കിൻ ക്യാൻസറിലോട്ട് വരെ കൊണ്ടുവയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ ഈ വൈറ്റനിങ് ക്രീംസ്. അതായത് ആൾ പറയണേന്ന് വെച്ചാൽ, ഞാൻ തലേദിവസം രാത്രി വൈറ്റനിങ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, പിറ്റേ ദിവസം രാവിലെ മുഖം കഴുകിയിട്ടാ പുറത്തിറങ്ങണം, ഒന്നും യൂസ് ചെയ്യാറില്ല എന്നെന്ന്. അപ്പൊ പോഴ്സ് ഒക്കെ ഓപ്പണായി കിടക്കുകയാണ്, നമ്മുടെ ക്ലോസ് ചെയ്യാതെ പോഴ്സ് എല്ലാം ഓപ്പണായി കിടക്കുകയാണ്. UV റേസ് ആന്നും പറഞ്ഞങ്ങ് അടിച്ച് കയറിയുണ്ടല്ലോ, പിന്നെ നമ്മൾ ഇട്ടതിനൊന്നും ഒരു ഫലവും ഇല്ല. ഒന്നാമത് വൈറ്റനിങ് ക്രീംസ് ഭയങ്കര മോശമാണ്, അത് നമുക്കറിയാം. അപ്പോൾ ഇതും കൂടെ ആയാൽ പിന്നെ പറയണോ? അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കോളേജിലാണോ സ്കൂളിലാണോ ഓഫീസിലാണോ എവിടെ പോയാലും നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് നയാസിനമൈഡ് മോർണിംഗ് യൂസ് ചെയ്യാം. യൂസ് ചെയ്യണമെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകണം മസ്റ്റായിട്ട്. നല്ലൊരു എമൗണ്ട് തന്നെ എടുത്തിട്ട് പറ്റുവാണെങ്കിൽ 3 ഫിംഗർ റൂൾ പ്രകാരം സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് തന്നെ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
നയാസിനമൈഡ് 1 ബോട്ടിൽ യൂസ് ചെയ്ത് നിർത്തിയാൽ പിന്നീട് പഴയ പോലെ ആവുമെന്ന് ചോദിക്കുന്ന ഒരു തസ്ലീന ഷമീർ എന്നും പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നയാസിനമൈഡ് അപ്പം നമ്മൾ അത് ഇപ്പം നയാസിനമൈഡ് ആയാലും കോജിക് ആസിഡ് ആയാലും നമ്മൾ ഈവൻ എന്ത് ക്രീംസ് ആയാലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കുറേ നാളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ യൂസ് ചെയ്ത് വന്ന് നമ്മൾ പെട്ടെന്ന് ഒരു നിമിഷം മൊത്തത്തിൽ അങ്ങ് സ്റ്റോപ്പാക്കി കഴിഞ്ഞാൽ ഏത് ക്രീമും നമുക്ക് റിയാക്ഷൻ തരും. അത് നമ്മളെ സ്കിന്ന് ഡള്ളാക്കും, ഭയങ്കര മോശമാക്കും. നമ്മളിപ്പം ചിലപ്പോൾ ഡാർക്ക് സ്പോട്സിനായിരിക്കും നമ്മൾ നയാസിനമൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് ഡാർക്ക് സ്പോട്സ് ഒക്കെ അത്യാവശ്യം ഫെഡേ മതി, ഡാർക്ക് സ്പോട്സ് ഒക്കെ അത്യാവശ്യം കുറഞ്ഞല്ലോ വെച്ച് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് സ്കിന്നിന് കിട്ടാതെ വരുമ്പോഴത്തേക്കും അത് വിശന്ന് വലഞ്ഞ് അങ്ങ് അവശ്യ നിലയിലാവും. അപ്പോൾ നമ്മുടെ സ്കിന്ന് അത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഒരു സാധനം ഉപയോഗിച്ച് അത് നയാസ് ഏതായാലും എന്തായാലും നമ്മൾ ഈവൻ മോയ്സ്ചറൈസർ ആയാൽ പോലും കുറച്ച് നാൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് പെട്ടെന്ന് നിർത്തുമ്പോൾ നമ്മൾ ഹൈഡ്രേഷനൊക്കെ നഷ്ടപ്പെട്ട് ആ ഒരു മുഖത്തുള്ള ആ ഒരു എന്താണ് പ്രസരിപ്പും തുടുതുടുപ്പൊക്കെ അങ്ങ് പോയി നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര അങ്ങ് ഡ്രൈ ആവും അല്ലേ? അതുപോലെ തന്നെയാണ് എന്ത് ക്രീമായാലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് പൊക്കിയുടെ ഒരു 3-4 മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്തു, നമുക്കിനി മതി എന്നുണ്ടെങ്കിൽ 4 മാസത്തിൽ അങ്ങ് നിർത്തി, ഇനി ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ അത് എന്തായാലും റിയാക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ നിർത്തേണ്ട വിധം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത് പോവുക, എന്നിട്ട് വീക്ക്ലി അത് ത്രൈസ് ആക്കുക, പിന്നെ അടുത്ത ആഴ്ച അത് ട്വൈസ് ആക്കുക, പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച വീക്ക്ലി വൺസ് ആക്കുക. അങ്ങനെ പതുക്കെ നമ്മളത് കുറച്ച് കൊണ്ടുവന്ന് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആ ക്രീമിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകാൻ തന്നെ വേണം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പിന്നെ നമ്മൾ എന്താണ് വീക്ക്ലി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മന്ത്ലി ആക്കുക, മന്ത്ലി വൺസ് എങ്കിലും അപ്ലൈ ചെയ്യുന്ന രീതിക്ക് ആക്കുക. ഓക്കെ, അങ്ങനെയാണ് നിർത്തിക്കൊണ്ട് വരുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു നിമിഷം സ്റ്റോപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്കിൻ അത് റിയാക്ട് ചെയ്യും. അത് ഈ ക്രീം എന്നല്ല, നമ്മൾക്ക് ശരീരത്തിന് നമുക്ക് മുഖത്തിന് ഗുണങ്ങൾ തരുന്ന ഏതൊരു ക്രീമായാലും സഡൻ ആയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അത് സഡൻ ആയിട്ട് തന്നെ നമുക്ക് റിയാക്ഷൻസ് തരും. ചിലപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് 1 ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ 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 നിർത്തിക്കൊണ്ടുവരും കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, യെസ് നോട്ട് ഗുഡ് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിരുന്നു, എനിക്കും ഇതേ അനുഭവം തന്നെയായിരുന്നു. ആൻസി സബീർ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ്. ഓക്കെ, എനിക്കും സെയിം അനുഭവം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കുറേ പേരുണ്ട്, അതായത് ഇപ്പം ഇപ്പം എത്രയായാലും നമുക്ക് 100 രൂപയെന്ന് പറഞ്ഞാൽ 200 രൂപയെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വിലയുള്ള പൈസ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചായിരിക്കും നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണത്, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നൊക്കെ പ്രതീക്ഷയായിരിക്കും നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണത്. പക്ഷേ അത് നമ്മൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാതെ വരുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാതിരിക്കണമെന്നും പറഞ്ഞിട്ട് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 രൂപ മുടക്കേണ്ടടുത്ത് ഹോസ്പിറ്റലിൽ 1000 രൂപ കൊണ്ട് കൊടുക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, അതുകൊണ്ട് നമ്മളിപ്പോൾ എത്ര വില കൂടിയ സാധനങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് നമ്മുടെ സ്കിന്നിന് അത് ചേരോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. അത് ഒരിക്കലും ഒരു തെറ്റല്ല. നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചേരുന്നില്ലേ, പറ്റില്ല. പക്ഷേ നമുക്ക് ചേരാതിരുന്നിട്ട് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ എന്നും പറഞ്ഞ് നമ്മളത് കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊക്കെ അത് കുറേ കൂടെ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ചിലരുണ്ട് വീട്ടുകാരെ പേടിച്ചിട്ട്, അതായത് വീട്ടുകാരെ നിന്ന് പൈസ മേടിച്ച് സാധനം വാങ്ങിച്ചിട്ട് അവർക്കത് സ്യൂട്ടായില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരെ പേടിച്ച് അതിങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചേരുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റുള്ളൂ. ചേരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, അടുത്ത പ്രോഡക്ട്സ് വരും, നമുക്കത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചിന്നു പ്രദീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. 2% നയാസിനമൈഡ് ഏതാ? അതായത് ആൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ നയാസിനമൈഡ് ആയാലും സാലിസിലിക് ആസിഡ് ആയാലും റെറ്റിനോൾ ആയാലും ഓരോന്നിനും ഓരോ കോൺസെൻട്രേഷൻ ഉണ്ട്. അതിൽ സ്റ്റാർട്ടിങ് വരുന്നതാണ് 2%. അതായത് 2% ഉണ്ട്, 5% ഉണ്ട്, 10% ഉണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2% മാത്രമേ സെറംസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. മേ ബി എനിക്ക് നയാസിനമൈഡ് സ്യൂട്ട് ആവാത്തത് ഞാൻ 10%ൻ്റെതാണ് 2%ൻ്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ 10% ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10% യൂസ് ചെയ്തപ്പോഴാണ് എനിക്കത് മുഖത്ത് റിയാക്ഷൻസ് തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഞാൻ ഇപ്പോഴും നയാസിനമൈഡ് മോയ്സ്ചറൈസറിൽ എടുത്തിട്ട് ഒരു 2 ഡ്രോപ്സ് എടുത്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാറുണ്ട്. ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല, ഡൈല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്.
അപ്പോൾ 2% എന്ന് പറയുന്നത് ഓരോ കോൺസെൻട്രേഷനാണ്. ഒരു സെറത്തിനകത്ത് 2% എന്ന് പറയുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ആണ്. നമ്മളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് കോൺസെൻട്രേഷനിൽ നിന്ന് മാത്രമേ നമ്മൾ എന്താണ് മേളിലോട്ട് പോകാനായിട്ട് പാടുള്ളൂ. അതിന് ഓരോ കോൺസെൻട്രേഷൻ. അപ്പം ചിന്നു എന്നല്ലേ പേര്, ചിന്നു ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ 2% തൊട്ടിട്ടാണ് സ്റ്റാർട്ട്. അതിനകത്ത് ആ കുപ്പിക്കകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ആ സെറത്തിന്റെ ബോട്ടിലകത്ത് എഴുതിയിട്ടുണ്ടാവും 2% ആണോ 10% ആണോ എന്ന് എഴുതിയിട്ട്. ഹൈ കോൺസെൻട്രേഷനിൽ നമ്മൾ ആദ്യം തന്നെ സ്കിന്നിൽ ഇതുവരെ ഉപയോഗിക്കാത്തൊരു സാധനം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായ റിയാക്ഷൻസ് നമ്മുടെ ഫേസിൽ തരും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അറ്റ് വൈൽഡ് ഗ്യാം എന്നുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ്. എൻ്റെ ഒറിജിനൽ പേര് എനിക്കറിയില്ല. ടോണർ ആൻഡ് ക്ലെൻസർ യൂസ് ചെയ്യണം എന്ന് നിർബന്ധമാണോ ഈ ക്രീം യൂസ് ചെയ്യുന്നതിന് മുന്നേ? അതായത് ടോണർ യൂസ് ചെയ്യുന്നത് ഓപ്ഷണൽ ആണ്. ടോണർ ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നതിന് ശേഷം നമ്മുടെ pH ബാലൻസ് അവിടെ നഷ്ടപ്പെടാണ്. അപ്പോൾ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിന്നിന് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. ഒരു സ്കിൻ കെയർ റുട്ടീൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫേസ് വാഷ്, അതായത് ക്ലെൻസിങ്, ടോണിങ്, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതാണ് വരുന്നത്. ഇതിൽ നമ്മൾ ക്ലെൻസിങ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നാലും പുറത്ത് പോയിട്ട് വന്നില്ലെങ്കിലും രാവിലെയും രാത്രിയും മസ്റ്റായിട്ട് ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക. പല സാഹചര്യങ്ങളും മടി കാരണം ഞാനും ചെയ്യാതിരിക്കാറുണ്ട്. പക്ഷെ അത് മേക്കപ്പ് ഒക്കെ ചിലപ്പോൾ മുഖത്ത് കാണും, അത് അതുപോലെ തന്നെ ഞാൻ വന്ന് കിടന്നുറങ്ങാറുമുണ്ട്. അതിലെനിക്ക് നല്ല പണിയും കിട്ടിയിട്ടുണ്ട്, മടി കാരണമാണ്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാരണം രാവിലെയും രാത്രിയും നല്ലപോലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസറെങ്കിലും മിനിമം നിങ്ങൾ അപ്ലൈ ചെയ്യണം. ടോണർ ഓപ്ഷണൽ ആണ്, യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ്. യൂസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ മോയ്സ്ചറൈസർ കമ്പൽസറി ആയിട്ടും യൂസ് ചെയ്യണം. ക്ലെൻസിങ്ങും കമ്പൽസറി ആയിട്ടും ചെയ്യണം. ഫേസ് നമ്മൾ എന്ത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഈ ക്രീം യൂസ് ചെയ്യുന്നതിന് മുമ്പ് ക്ലെൻസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്തത് നയാസിനമൈഡ് സെറം യൂസ് ചെയ്യുമ്പോൾ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറ്റുമോ? നസ്മാലി അങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്നാണ്. അതായത് നയാസിനമൈഡ് സെറം യൂസ് ചെയ്യുമ്പോൾ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നയാസിനമൈഡ് സെറം യൂസ് ചെയ്യേണ്ടത് നിങ്ങളൊരു നോർമൽ മോയ്സ്ചറൈസർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. വൈറ്റമിൻ സിയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത സംഭവങ്ങൾ മോയ്സ്ചറൈസറിലൊക്കെ ആകുമ്പോൾ വൈറ്റമിൻ സി എന്ന് എഴുതിയിരിക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ കണ്ടന്റ് കൂടുതലായിരിക്കും വൈറ്റമിൻ സിയുടെ. അപ്പോൾ നയാസിനമൈഡ് വൈറ്റമിൻ സിയും കൂടെ യൂസ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എൻ്റെ അറിവ് വെച്ചിട്ടാണ്, ഞാൻ ഭയങ്കര വലിയ അറിവുള്ള ആളൊന്നുമല്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേറെയും യൂട്യൂബേഴ്സിൻ്റെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, ഒരു പ്രോബ്ലമില്ല. വേറെ യൂട്യൂബേഴ്സിൻ്റെ പോയി കുറച്ചുകൂടെ അറിവുള്ള ആൾക്കാരുടെയൊക്കെ എന്താണ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണം, കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് അറിയുന്ന കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അറ്റ് ഫാത്തിമ സഫോറ. Same situation, but I am having PCOD, so don't know if it is because of the product of my PCOD. ആൾ പറയുന്നത് ആൾക്കും സെയിം സിറ്റുവേഷൻ തന്നെയാണ്, അതായത് സൈഡ് എഫക്ട്സ് വന്നിട്ടുണ്ട്. പക്ഷെ അത് PCODയുടെ ഭാഗമായിട്ട് വന്നതാണോ പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് വന്നതാണോ എന്ന് ആൾക്കറിയില്ലെന്നാണ്. മേ ബി ചിലപ്പം ആൾക്ക് സ്കിന്നിന് സ്യൂട്ട് ആവാത്തതായിരിക്കാം, അല്ലെങ്കിൽ PCODയുടെ ഇഷ്യൂ കൊണ്ടായിരിക്കാം. അതിനൊരു മറുപടി എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം PCOD ഉണ്ടെങ്കിലും ഇതുപോലെ മുഖത്ത് പാടുകൾ വരും, മുഖക്കുരു വരും, സ്കിൻ ഡ്രൈ ആവും, അങ്ങനെ പല രീതിക്കും നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ അറിയിക്കും PCOD ഉണ്ട് എന്നുള്ളത്. അപ്പോൾ മേ ബി അതിൻ്റെതായിരിക്കാം. ഓക്കെ, ഒരുപാട് പേർക്ക് ഡോക്കിൻ്റെ എന്താണ് നയാസിനമൈഡും അതുപോലെ കോജിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്ത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് സൈഡ് എഫക്ട്സ് വന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഈ പ്രോഡക്ട്സിനെ ഡിഗ്രേഡ് ചെയ്യില്ല, കാരണം റിസൾട്ട് കിട്ടിയ ഒത്തിരി ആൾക്കാരുണ്ട്, റിസൾട്ട് കിട്ടാത്തവരും ഉണ്ട്. അത് ഓരോരുത്തരുടെ സ്കിൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് സഞ്ജു വാവ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ്. പോൺസ് ബ്യൂട്ടി ക്രീം യൂസ് ചെയ്യാൻ പറ്റുമോ നൈറ്റ് ക്രീം യൂസ് ചെയ്യുമ്പോൾ? എൻ്റെത് ഡ്രൈ സ്കിൻ ആണ്. എനിക്ക് തോന്നുന്നു നൈറ്റ് ക്രീം യൂസ് ചെയ്യുമ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് കോജിക് ആസിഡിൻ്റെ 2% നൈറ്റ് ക്രീം അത് യൂസ് ചെയ്യുമ്പോൾ പോൺസ് ബ്യൂട്ടി ക്രീം യൂസ് ചെയ്യാമോ എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. യൂസ് ചെയ്യേണ്ട, കാരണം രാത്രി നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് കോജിക് ആസിഡിൻ്റെ ക്രീം തന്നെ ഒരു മോയ്സ്ചറൈസർ ആയിട്ടും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് കോജിക് ആസിഡ്. പിഗ്മെന്റേഷനൊക്കെ കുറയ്ക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കോജിക് ആസിഡ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്യൂട്ടി ക്രീം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഈ കോജിക് ആസിഡ് യൂസ് ചെയ്യാം. അത്യാവശ്യം മോയ്സ്ചറൈസേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്, ഹൈഡ്രേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു പോൺസിന്റെ ബ്യൂട്ടി ക്രീം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നൈറ്റ്. ഓക്കെ, ആ ക്രീം തന്നെ ധാരാളമാണ്.
അടുത്ത കമന്റ് എന്താണ് സബിത പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. വൈറ്റമിൻ സി സൺസ്ക്രീൻ ഡോക്ടർ ഷെറ്റ്സ് കൂടെ ഈ സെറം യൂസ് ആക്കാൻ പറ്റുമോ? സൺസ്ക്രീൻ അല്ലേ, കുഴപ്പമില്ല. ഈ സൺസ്ക്രീനിലൊക്കെ വൈറ്റമിൻ സിയുടെ കണ്ടന്റ് ഉണ്ടെങ്കിലും അത് കുറവായിരിക്കും. മോയ്സ്ചറൈസറിൽ ഉള്ള അത്ര കണ്ടന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല, കുഴപ്പമില്ല. വൈറ്റമിൻ ഡോക്ടർ ഷെറ്റ്സിന്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം, സെറത്തിന്റെ കൂടെ യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ രാവിലെ AK7134 അതാണ് അക്കൗണ്ടിന്റെ പേര്. ഞാൻ രാവിലെ ഡേംഡോക് നയാസിനമൈഡ് വൈറ്റമിൻ സി ഫോമിംഗ് ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് നന്നായി കഴുകിയിട്ട് മമാ എർത്തിന്റെ അലോവേറ ജെൽ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് ഡേംഡോക് സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് SPF 50 ഉള്ള സൺസ്ക്രീൻ നൈറ്റും സെയിം റൂട്ടീൻ SPF മാറ്റി പകരം കോജിക് ആസിഡിന്റെ ക്രീം നൈറ്റ് ക്രീം ആയിട്ട് യൂസ് ചെയ്യും. 1 month കഴിഞ്ഞ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എൻ്റെത് കോമ്പിനേഷൻ സ്കിന്നാണ്, എന്നാൽ ആക്നി പ്രോൺ ആയിട്ടുള്ള ഓയിലി സ്കിന്നുമാണ്. അല്ല ഇതിലെന്ന് വെച്ചാൽ ആള് പറയുന്നുണ്ട് രാവിലെ ഡേംഡോക് നയാസിനമൈഡ് അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് വൈറ്റമിൻ സി ഫോമിംഗ് ഫേസ് വാഷ് ഇട്ട് കഴുകി കളഞ്ഞതിന് ശേഷം നയാസിനമൈഡ് അപ്ലൈ ചെയ്യാറുണ്ട്. എന്നിട്ട് മമാ എർത്തിന്റെ അലോവേറ ജെൽ അപ്ലൈ ചെയ്യാറുണ്ട്. അതുവരെ വളരെ വളരെ ശരിയാണ്, ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ആള് പറയുന്നു എന്നിട്ട് ഡേംഡോക്കിന്റെ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുന്നു. ചെയ്യരുത്. ഇപ്പോൾ ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ മോളുടെ സ്കിന്നിൽ എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഒന്നിൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നയാസിനമൈഡ് യൂസ് ചെയ്യുക. രണ്ടും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ്, ഒരിക്കലും ഒരുമിച്ച് ഉപയോഗിക്കരുത്. എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? ഇപ്പം സ്കിന്നിലെ പിമ്പിൾസിന്റെ പ്രശ്നമാണോ, എന്നാൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ പാടിന്റെ പ്രശ്നമാണോ, അങ്ങനെയാണെങ്കിൽ നയാസിനമൈഡ് യൂസ് ചെയ്യൂ. ഏതെങ്കിലും ഒരു സെറം അറ്റ് എ ടൈം ഒരു സെറം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇപ്പം എന്താണ് ഫേസ് വാഷ് ചെയ്ത് സെറം അപ്ലൈ ചെയ്ത് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് പൊയ്ക്കോ. പക്ഷെ അതിന്റെ കൂടെ വീണ്ടും ഒരു സെറത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. നയാസിനമൈഡ് സാലിസിലിക് ആസിഡ് എല്ലാം കൂടെ അപ്ലൈ ചെയ്യേണ്ടതാണ് എൻ്റെ അഭിപ്രായം. എന്തിനാണ് നമ്മൾ ഫേസിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അല്ല. ഇത് മേക്കപ്പ് എന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പാണ്, ഇതും സ്റ്റെപ്പാണ്. പക്ഷെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അതിനകത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സാലിസിലിക് നയാസിനമൈഡ് എന്നൊക്കെ പറഞ്ഞത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ്, രണ്ടും കൂടെ യൂസ് ചെയ്യേണ്ട കേട്ടോ. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ ഫേസിന് എന്താണോ പ്രശ്നം ആ പ്രശ്നം നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള സെറം മാത്രം അറ്റ് എ ടൈം യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ രാവിലെ രാത്രിയായിട്ട് യൂസ് ചെയ്യുക. സെയിം റുട്ടീൻ SPF മാറ്റി പകരം രാത്രി കോജിക് ആസിഡ് ആണ് യൂസ് ചെയ്യാറുള്ളത്. കോജിക് ആസിഡ് യൂസ് ചെയ്യാം, പക്ഷെ അതായത് കോജിക് ആസിഡ് ഇപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ നയാസിനമൈഡ് സാലിസിലിക് ആസിഡ് കോജിക് ആസിഡ് അങ്ങനെ യൂസ് ചെയ്യരുത്. നയാസിനമൈഡ് ഉപയോഗിച്ചിട്ട് കോജിക് ആസിഡിന്റെ ക്രീം യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ ഈ നയാസിനമൈഡ് സെറം അതുപോലെ സാലിസിലിക് ആസിഡ് സെറം ഇതെല്ലാം കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. റിസൾട്ടൊന്നും പ്രത്യേകിച്ച് കണ്ടില്ല എന്ന് പറയുന്നു, പക്ഷെ സ്കിൻ ഇറിറ്റേഷൻസ് വരാത്തതുമുള്ളൊരു ഭാഗ്യമായിട്ട് കരുതുക. കാരണം അങ്ങനെ യൂസ് ചെയ്യണ്ട കേട്ടോ. നമ്മൾ പല കാര്യങ്ങളും ഒരാളോട് ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അല്ലേ. ഒരുപാട് പേര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനിക്ക് ചോദിക്കണമെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ പലതും എനിക്ക് പറഞ്ഞു തരാൻ അത്ര അറിയാത്തത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം അറിയാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാത്തത്. പക്ഷെ എനിക്ക് ചോദിക്കുന്ന ഡൗട്ട്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മാത്രമേ പലരുടെയും ഡൗട്ട്സ് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യരുത് കേട്ടോ. പിന്നെ അടുത്തത് ശ്രുതിമോൾ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ്. ഞാൻ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ഒരുപാട് പിമ്പിൾ വന്നു, 2% കോജിക് ആസിഡ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടാവാം, സൈഡ് എഫക്ട്സും ഉണ്ടാവാം. അപ്പം പിമ്പിൾസ് വരുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത കമന്റ് ഐഷ ഹംദൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ്. ഇതിന്റെ റിവ്യൂ നോക്കിയാ മേടിച്ചത്, ബട്ട് ഇത് കൊള്ളൂല. ഒരു തവണ യൂസ് ചെയ്ത് ഞാൻ പിമ്പിൾസ് വന്നപ്പോൾ നിർത്തി. പിന്നീട് 2 വീക്ക് കഴിഞ്ഞതാണ് പിന്നെ യൂസ് ചെയ്തത്. 2 വീക്ക് കഴിഞ്ഞാണ് പിന്നെ യൂസ് ചെയ്തത്. നമുക്ക് സെറ്റ് ആവണില്ല. പിമ്പിൾസ് ആദ്യത്തേക്കാളും കൂടി. ഒരു തവണ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവണില്ല എന്ന് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്ത് വേണം നമ്മൾ യൂസ് ചെയ്യാനെന്ന് ഞാൻ പറഞ്ഞു. അതല്ല, ഇപ്പം നമ്മൾ സ്കിന്നിന് യൂസ് ചെയ്തിട്ട് അത് സ്യൂട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഒരു ട്രൈക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. വീണ്ടും അതേ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. അപ്പം അതൊരിക്കലും ട്രൈ ചെയ്യണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം നമുക്ക് റിയാക്ഷൻസ് വന്നു കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെയ്യണ്ട. പിന്നെ അടുത്ത കമന്റ് എന്ന് പറയുന്നത് സുഹാനയാണ്. ഇത് ഏതാ സോറി ഇത്ത ഏത് മോയ്സ്ചറൈസർ ആണ് നല്ലത്? 2% ഡേംഡോക്കിന് റിപ്ലൈ പ്ലീസ്.
ഇപ്പോൾ ആൾ ചോദിച്ചിരിക്കുന്നത് നയാസിനമൈഡ് ആണ്. നയാസിനമൈഡിൻ്റെ ആണെങ്കിൽ മോയ്സ്ചറൈസർ തപ്പാണെന്നുണ്ടെങ്കിൽ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ നല്ലതാണ്. ഞാൻ യൂസ് ചെയ്തിരുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആയിരുന്നു കേട്ടോ. പോൺസിൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ് പോൺസിൻ്റെ മോയ്സ്ചറൈസർ. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരും. പോൺസ് സൂപ്പർ ലൈറ്റ് ജെൽ എന്നൊരു ബ്ലൂ കളർ ഒരു ബോട്ടിലുണ്ട്. ആ ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ ഒരു നല്ല മോയ്സ്ചറൈസറാണ്. ഒരുപാട് പേർക്ക് ഗുണങ്ങൾ തന്നിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് സെറ്റഫിൽ. അത് യൂസ് ചെയ്യാം കേട്ടോ. അത് സെറ്റഫിലിൻ്റെ വന്നിട്ട് ഡ്രൈ സ്കിന്നുകാർക്കുള്ള മോയ്സ്ചറൈസറുണ്ട്, നോർമൽ സ്കിന്നുകാർക്കുള്ളതുണ്ട്, ഓയിലി സ്കിന്നുകാർക്കുള്ളതുണ്ട്, സെൻസിറ്റീവ് സ്കിന്നുകാർക്കുള്ളതുണ്ട്. ഇതിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. അടുത്തത് ലക്ഷ്മി സുരേഷ്. കോജിക് ആസിഡിന്റെ ക്രീം ഞാൻ 3 months കൂടുതലായി യൂസ് ചെയ്യുന്നു. ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പിമ്പിൾസ് ഒക്കെ നന്നായി കൺട്രോൾ ചെയ്യും. നിങ്ങളുടെ സ്കിന്നിന്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാത്തതിന്റെ ആവാം. എനിവേ നല്ല പ്രോഡക്റ്റ് ആണ്. ഓക്കെ, കണ്ടോ? അപ്പോൾ ലക്ഷ്മിക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നമുക്ക് പ്രോഡക്റ്റിനെ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ഒരു വിഭാഗം ആൾക്കാർക്ക് നല്ലതാണെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് സൈഡ് എഫക്ട്സ് ആയിരിക്കും തരാം. നമ്മുടെ സ്കിന്നിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ സ്കിന്നിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ആൾക്ക് വർക്കായി, പക്ഷെ എനിക്ക് വർക്കായില്ല. പിന്നെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യാത്തതിനാവും. ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് ലക്ഷ്മി ഞാൻ യൂസ് ചെയ്തത്, പക്ഷെ എൻ്റെ സ്കിന്നിന് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. എൻ്റെ സ്കിന്നിന് അത് ചേർന്നില്ല. കോജിക് ആസിഡ് ഞാൻ ആദ്യമായിട്ടാണ് കോജിക് ആസിഡ് ട്രൈ ചെയ്യുന്നത്, പക്ഷേ ആദ്യമായിട്ട് വർക്ക് ചെയ്തില്ല. അതന്നെ, അപ്പം യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്ക് ചെയ്തില്ല. അതോടെ ഞാൻ കോജിക് ആസിഡ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു ട്രൈ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. വേണമെങ്കിൽ എടുക്കാം, പക്ഷേ എനിക്ക് അത് ട്രൈ ചെയ്യാനുള്ള ഒരു ഇതില്ല. അതാണ് ഞാൻ ട്രൈ ചെയ്യാത്തത്. അപ്പോൾ ആൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്തു, പക്ഷേ എനിക്ക് വർക്ക് ചെയ്യില്ല. കമന്റ് സെക്ഷനിൽ വേറെയും കുറേ പേർക്ക് വർക്ക് ചെയ്യില്ല. പക്ഷേ വീഡിയോസൊക്കെ ഒരുപാട് വീഡിയോസിലും മറ്റു വീഡിയോസിന്റെ കമന്റ് സെക്ഷനിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവർക്കും ഒക്കെ കുറേ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കുറേ പേർക്ക് റിസൾട്ട് കിട്ടാതെ ഈ പറഞ്ഞ പോലെ സ്കിന്ന് ഡള്ളായിപ്പോയി, മൂക്കുരു വന്ന് പാട് വന്നു എന്ന് അങ്ങനെ അത് സ്കിന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, തീർത്തും സ്കിന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ വേറൊരു കമൻറ്റിലായിരുന്നു കോജിക് ആസിഡ് നൈറ്റ് ക്രീം നോർമൽ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാവോ? നിങ്ങളുടെ ഏതാ സ്കിൻ ടൈപ്പ്? അത് ലക്ഷ്മിയുടെ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അബി ഷാബി എന്നും പറഞ്ഞിട്ട് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സെറം എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാം. കോജിക് ആസിഡും എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും കോജിക് ആസിഡ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ജലീൽ. ഇത്ത ഗേൾസിന് വേണ്ടിയുള്ള വീഡിയോസ് മാത്രം പോരാട്ടോ, പ്ലീസ് ഷെയർ മോർ ചാലഞ്ച് വീഡിയോസ്, ഫൺ വ്ളോഗ്സ്, ഡെയിലി വ്ളോഗ്സ്, കുക്കിംഗ് വ്ളോഗ്സ് ആൻഡ് മേക്കപ്പ് വ്ളോഗ്സ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ അല്ല, ആക്ച്വലി ജലീലിനോടാണ്. ജലീലിൻ്റെ ഒറിജിനൽ നെയിം ജലീലാണോ എന്ന് എനിക്കറിയില്ല. ജലീൽ എന്ന് പറഞ്ഞൊരു ഇതിനാണ് വന്നിരിക്കുന്നത്. ഇത് ഗേൾസിന് മാത്രമുള്ള വീഡിയോ അല്ല, ബോയ്സും സാലിസിലിക് ആസിഡും നയാസിനമൈഡും കോജിക് ആസിഡും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ജലീലിന് ഇത് ഇപ്പം സ്കിൻ കെയർ ഒക്കെ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ബോയ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയാണ് ഇത്. ഗേൾസിന് മാത്രം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഓക്കെ, പിന്നെ ഫൺ വ്ളോഗ്സ്, ഡേ വ്ളോഗ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്, പക്ഷെ എനിക്ക് ഭയങ്കര ചമ്മലാണ്. എന്തോ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റാറില്ല. പിന്നെ വാട്ട് ഈറ്റ് ഇൻ എ ഡേ ചെയ്യണമെന്നുണ്ട്. ഞാനതൊക്കെ മാക്സിമം എന്തായാലും ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. പക്ഷേ അതെപ്പോഴാണെന്ന് എനിക്കല്ല, ചിലപ്പോൾ ഉടനെ ചെയ്യും, അതും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യണുണ്ട്. വ്ളോഗ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യണുണ്ട്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഗൈസ്. ഓക്കെ, ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്? ഇത്തൂസ് എന്ന് പറഞ്ഞുള്ള അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ യൂസ് ചെയ്തത്. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് സെറ്റഫിലിൻ്റെ ഞാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഉമ്മച്ചിയുടെ കുഞ്ഞോൾ എന്ന് പറഞ്ഞുള്ള അക്കൗണ്ടിൽ നിന്നാണ്. നല്ല നല്ല പേരുകളാണല്ലേ. ഹായ് താം, ഞാൻ ഡെർംഡോക്കിന്റെ 2% സാലിസിലിക് ആസിഡ് ഫേസ് സെറം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 4 days ആയി എനിക്ക് ഓയിലി സ്കിന്നാണ്, ആക്നി പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ യൂസ് ആക്കിയത്. പക്ഷെ 4 days ആയപ്പോഴേക്കും എനിക്ക് വലിയ മാറ്റം ഫീൽ ചെയ്തില്ല. പക്ഷേ ഫേസ് കുറച്ച് ഡാർക്ക് ആയ പോലെ തോന്നുന്നുണ്ട്. ചെറിയ പിമ്പിൾസ് ഒക്കെ വന്നു. സെറം മാത്രമേ ഞാൻ യൂസ് ആക്കുന്നുള്ളൂ. ഇനി ഇത് എന്ത് ചെയ്യും? ഇത് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആക്കിയാൽ ഡാർക്ക്നെസ് മാറുമോ? നിങ്ങളുടെ സ്കിന്നിന് ഇപ്പം ആള് പറയുന്നത് ആൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സെറം തന്നെയാണ് ആൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ആക്നി പ്രോൺ ആണ്, ഓയിലി സ്കിന്നാണ്, ബെസ്റ്റ് ആണ് സാലിസിലിക് ആസിഡ്. പക്ഷേ ആൾക്കത് സ്യൂട്ട് ആവുന്നില്ല. അപ്പോൾ 4 ദിവസം യൂസ് ചെയ്തിട്ട് റിയാക്ഷൻസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യരുത്, അതങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അത് എന്താണ്,
യൂസ് ചെയ്യണ്ട. ഓക്കെ, യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 4 days ആയപ്പോഴേക്കും വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ പിമ്പിൾസ് ഒക്കെ വന്നു തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കണ്ട പിന്നെ ഒന്നും നോക്കണ്ട, അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ആക്കിയാൽ ഡാർക്ക്നെസ് മാറുമോ, സ്റ്റോപ്പ് ആക്കിയാൽ ഡാർക്ക്നെസ് നാവും ചോദിക്കുന്നുണ്ട്. അതായത് സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പം 2 ദിവസം ചിലപ്പം സ്കിന്നിന് ഇറിറ്റേഷൻസ് ഉണ്ടാവാം, അറിയില്ല. കാരണം എന്ന് വെച്ചാൽ 4 ദിവസമായിട്ട് ഞാൻ ആൾക്ക് അന്ന് അപ്പം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇത് നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അത് ഞാൻ കറുത്തു പോവോ എടുക്കോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്കിന്നിന് അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ നോക്കിയിട്ട് വീണ്ടും അത് കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. നമുക്ക് ചേരാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപ കൊടുക്കേണ്ടിടത്ത് നമ്മൾ വലിയ എമൗണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിർത്തുക. നമ്മൾ സ്കിൻ കെയർ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാവുന്നേ ഉള്ളൂ. ഇപ്പം 4 ദിവസം യൂസ് ചെയ്തു, എന്നിട്ട് റിയാക്ഷൻസ് വന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ ചോദിച്ചാൽ ചിലപ്പോൾ തീർച്ചയായിട്ടും മേ ബി പ്രശ്നം ഉണ്ടാവും, ചിലർക്ക് പ്രശ്നം ഉണ്ടാവത്തില്ല. അത് അതോടെ അങ്ങ് സ്റ്റോപ്പായി പൊക്കോളും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സ്കിൻ കെയർ ചെയ്യുക, ഡെയിലി സ്കിൻ കെയർ ചെയ്യുക, വെള്ളം കുടിക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അത് മാറും, സ്കിൻ കെയർ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് മാറും. പിന്നെ നിർത്തണം കേട്ടോ, അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർ നിർത്തണം, സത്യം. അടുത്തത് മുഹമ്മദ് സഹൽ, പർപ്പിൾ ആപ്പിൾ കോജിക് ആസിഡ് വിത്ത് ഗ്ലോ ഫ്യൂഷൻ ഫോർമുലയുണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റുമോ? എടാ, ഞാനത് യൂസ് ചെയ്തിട്ടില്ല, ഞാനത് വാങ്ങിച്ച് യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അറിയില്ല. കോജിക് ആസിഡ് കൂടെ ആയതുകൊണ്ട് എനിക്ക് പണി കിട്ടിയതുകൊണ്ട് എനിക്ക് അറിയില്ല ഗൈസ്. ഞാനിത് വാങ്ങിച്ച് യൂസ് ചെയ്യുമെന്ന് ശ്രമിക്കാം. ഓക്കെ, സഹല് പറഞ്ഞതുകൊണ്ട് ഞാൻ നോക്കാട്ടോ. പിന്നെ സെയിം എക്സ്പീരിയൻസ് വിത്ത് ദ കോജിക് ആസിഡ് ക്രീം, ഹസീബ റഹീമൻ യെസ്, അത് സൈ ബ്ലോഗ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ്. എത്തിഗ്ലോ ഫേസ് വാഷിന്റെ കൂടെ നയാസിനമൈഡ് സെറം യൂസ് ആക്കാൻ പറ്റുമോ? എത്തിഗ്ലോ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു വൈറ്റനിങ് ഫേസ് വാഷ് ആണെന്ന് തോന്നുന്നല്ലേ, എനിക്കറിയില്ല ഗൈസ്, ഞാനത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആൾക്ക് റിപ്ലൈ കൊടുക്കാത്തത്. നയാസിനമൈഡ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ, പക്ഷേ അതിന്റെ വലിയ പ്രശ്നം ഫേസ് വാഷ് അല്ലേ, നമ്മൾ മുഖത്തിങ്ങനെ വെച്ചിരിക്കുന്നല്ലോ, ഫേസ് വാഷ് ചെയ്ത് കളയുന്നതല്ലേ, അപ്പൊ വലിയ പ്രശ്നം വരാനുള്ള ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എത്തിഗ്ലോ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും എനിക്ക് അധികം അറിയില്ല. ഓക്കെ, പിന്നെന്താ, ഐഷ ഹംദൻ, ഞാൻ നേരത്തെ കമന്റ് വായിച്ചായിരുന്നു. സെയിം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ പ്രതീക്ഷയോടെ മേടിച്ചതാണ് കോജിക് ആസിഡ് നൈറ്റ് ക്രീം. എൻ്റെ ഓയിലി സ്കിന്നാണ്, കവൾ 2 സൈഡിലും പിമ്പിൾസ് വന്നു, നെറ്റിയിലും. ആരും ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യാതെ യൂസ് ചെയ്യരുത്. യെസ്, ആരും ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യാതെ യൂസ് ചെയ്യരുത്. പാച്ച് ടെസ്റ്റ് ഞാൻ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തു, അപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ 2-3 ദിവസം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത്. അതും ചിലപ്പോൾ പറയാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും എന്ത് ഞാൻ ഇനിയിപ്പം 110% നിങ്ങൾക്ക് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞാലും എൻ്റെ സ്കിന്നിന് അത് 110% വർക്ക് ചെയ്യുമായിരിക്കും, പക്ഷെ നിങ്ങളെ സ്കിന്നിന് ചിലപ്പോൾ വർക്ക് ചെയ്യില്ലായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് കഴുത്തിൻ്റെ ഇവിടെ ചെയ്യാം. നമ്മുടെ ഈ എൽബോ ഇല്ലേ, എൽബോ അല്ലല്ലോ, ഇനെന്താ പറയുക, നമ്മുടെ ഈ കൈയുടെ ഇങ്ങനെ മടക്കിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്ത് 1 day നോക്കി 24 hours എങ്കിലും മിനിമം നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അത് ഞാനെന്നല്ല, ആരും പറഞ്ഞതും നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ചേച്ചി നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ബിഗ് താങ്ക്സ്. താങ്ക് യു. ഓക്കെ, അതിൻ്റെ പേരില്ല കേട്ടോ, യൂസർ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ച് കമൻസ് വായിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് കുറച്ച് കമൻസ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ കമൻസ് പറഞ്ഞ അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞത് ക്ലാരിഫൈ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്ത് പ്രോഡക്റ്റ് കിട്ടിയാലും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, നല്ലപോലെ സ്കിൻ കെയർ ചെയ്യുക, വെള്ളം കുടിക്കുക, ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരുപാട് പേർക്ക് കുറേ ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സെറം എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് സെറംസ് ഇന്ന് ഒരുപാടുണ്ടല്ലേ, സാലിസിലിക് ആസിഡ്, റെറ്റിനോൾ, ഹൈലറോണിക്, ആർബ്യൂട്ടിൻ, പിന്നെ ഗ്ലൂട്ടത്തയോൺ, പിന്നെ എന്താണ് ഈ പറഞ്ഞ നയാസിനമൈഡ്, കോജിക് ആസിഡ്, അങ്ങനെ ഒരുപാട് സെറംസ് ഇപ്പൊ ഇവിടെ ഉണ്ട്, മാർക്കറ്റിലുണ്ട്. അപ്പം ഇതൊക്കെ എല്ലാ സെറവും കൂടെ ഞാൻ ഉപയോഗിക്കണോ എന്നൊക്കെ ഉള്ള ഡൗട്ടുകൾ ഒരുപാട് പേർക്ക് ഉണ്ടാവും. അപ്പോൾ മിക്കവാറും ഈ ലോങ് വീഡിയോ കഴിഞ്ഞാൽ നെക്സ്റ്റ് എൻ്റെ വീഡിയോ അതിനെ കുറിച്ചിട്ടായിരിക്കും ലോങ് വീഡിയോ വരുന്നത്. ഏത് സെറം എന്തിനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം, ആർക്കൊക്കെയാണ് ഈ സെറംസ് യൂസ് ആവുന്നത് എന്നുള്ളതിൻ്റെ
ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത വ്ളോഗ് ലോങ് വീഡിയോ അതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, അടുത്ത വീഡിയോ സപ്പോർട്ട് ചെയ്യുക, എല്ലാ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ഫാമിലി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ ഓപ്പൺ ആക്കി കിടക്കണം, കമൻറ്റ് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റാവുന്ന ഡൗട്ട്സ് ഒക്കെ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അതുപോലെ ഞാനും നിങ്ങളോട് കുറേ സംശയങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളും ക്ലിയർ ചെയ്ത് എനിക്ക് തരണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.